മാനിഫെസ്റ്റേഷൻ മൈൻഡ് പവർ എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പണം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ജീവിത വിജയം നേടുക. ആരോഗ്യം എന്നുള്ള പാർട്ട് മാനിഫെസ്റ്റേഷനിൽ ആളുകൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ലേ, ക്യാൻസർ ഒക്കെ വന്നൊരു 4th സ്റ്റേജിൽ എത്തിയവർ പോലും ഡോക്ടർ പറയുന്നത് അധിക ദിവസം ഇല്ല എന്ന് പറയുന്നവർ പോലും തിരിച്ച് പരിപൂർണ ആരോഗ്യത്തിൽ വന്ന് അവര് ആ ഒരു ലൈഫ് ജീവിക്കാൻ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ മനസ്സ്, നമ്മൾ പറയില്ലേ, മനസ്സിനെ തളർത്താതിരുന്നാൽ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അത് എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഞാൻ പ്രൂവ് ചെയ്ത കാര്യം. മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട് ആരോഗ്യം മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. ഞാനൊരു 5 വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു അരിവാള് പോലെ ഞാനിങ്ങനെ സീ പോലെ വളഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് നൂന്ന് നിൽക്കാൻ വയ്യ. ഒരുപാട് ന്യൂറോ സർജൻസിനെ കാണിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുക. സർജറി ചെയ്താൽ നിങ്ങളുടെ ആ ഒരു വേദന മാറി കിട്ടും, പക്ഷേ നിങ്ങൾക്ക് പരിപൂർണ ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. വാട്ട് എവർ യു തിങ്ക് യു വിൽ അട്രാക്ട് എന്നാ പറയാ. നമുക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോൾ അവസാനത്ത് കച്ചിത്തിരുമ്പെന്ന് പറയില്ലേ വീണ, നമുക്ക് എന്താണോ വേണ്ടത് അത് നിരന്തരം ചിന്തിക്കാം. അപ്പൊ ആ ഹെൽത്ത് ഇഷ്യൂവിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ മുഴുവൻ ഞാൻ പരിപൂർണ ആരോഗ്യവതിയാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. മെയിനായിട്ടും ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെന്നറിയാവോ? അൺഫോർഗീവ്നെസ്സിൽ നിന്ന്, അതായത് ക്ഷമിച്ചു കൊടുക്കാത്തത് കൊണ്ട്. ആരോടൊക്കെയോ ഉള്ള ദേഷ്യവും പകയും വെറുപ്പും വിരോധവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും, വർഷങ്ങളോളം കൊണ്ടു നടക്കുന്നവരുണ്ട്. ഈ ക്ഷമിക്കാതിരിക്കുമ്പോൾ നഷ്ടം ആ വ്യക്തിക്കല്ല. ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നുമല്ല തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. ചിലരെന്ത് ചെയ്യും, ജീവിതം മടുത്തു, ഇനി ആ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നവരുണ്ട്. ചിലരെന്ത് വിചാരിക്കും, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറി വരണമെന്നുള്ളൊരു വാശിയിൽ അവർ ഇറങ്ങിത്തിരിക്കും. അതാണ് പറയുന്നത് ബേണിംഗ് ഡിസയർ. നമ്മുടെ ഉള്ളിൽ ആ ത്വര ഉണ്ടെങ്കിൽ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയി മാറും. കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് ഒരുപാട് സ്ത്രീകൾ ഈ സെക്ഷൽ അബ്യൂസിലൂടെയൊക്കെ കടന്നുപോയവരുണ്ട്. അപ്പോൾ ഇവർക്കത് ചെറുപ്പത്തിൽ അമ്മയോട് പറയാൻ പറ്റില്ല, പിന്നീട് ഭർത്താവിനോടോ ഫ്രണ്ട്സിനോടോ ആരോടും പറയാൻ പറ്റില്ല. ഇവരിതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും. അപ്പോൾ അവർക്ക് ഫുൾ ടൈം ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റില്ല. ഇവർ എത്ര ശ്രമിച്ചാലും ആ ഒരു ഹാപ്പിനെസ് കിട്ടില്ല. അതുപോലെ അവസരങ്ങൾ, ഇവർക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് ജീവിതത്തോടെ ഒരു വാശി തോന്നത്തില്ലേ? അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് തിരിച്ച് ആ ജീവിതത്തെ തിരികെ പിടിക്കണം എന്നുള്ളൊരു വാശി നമുക്ക് വരും. അവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും പുറത്തു വരുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിപ്പോൾ ചെയ്യുന്ന ഏത് കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും ബിസിനസ് ആണ്, എന്താണെങ്കിലും അതിനകത്ത് 100% സിൻസിയറിറ്റി ഉണ്ടോ, അത് സക്സസ്ഫുൾ ആവും. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആരോഗ്യമാണ്. സംസാരിക്കുന്നത് മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച് സുജാർ മോഹനാണ്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. ചേച്ചിയുടെ ലൈഫിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ആരോഗ്യം എന്ന് പറയുന്നതായിട്ട് ചേച്ചി വല്ലാതെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ജീവിതത്തിലെ ഒരു ആരോഗ്യപരമായ താഴ്ചയിൽ നിന്ന് കയറി വന്ന ആളാണ്. അതെന്താണ്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ പെർഫെക്റ്റ് ഹെൽത്ത് ആണ്. ഞാനൊരു 5 വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നെർവ് കംപ്രഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരുപാട് ന്യൂറോ സർജൻസിനെ കാണിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുക. സർജറി ചെയ്താൽ നിങ്ങളുടെ ആ ഒരു വേദന മാറി കിട്ടും, പക്ഷേ നിങ്ങൾക്ക് പരിപൂർണ ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ സർജൻസിനെയും കാണിച്ചപ്പോൾ സെയിം, ആർക്കും ഒരു മാറ്റമില്ല, എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ മൈൻഡ് പവറിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് പരിപൂർണ ആരോഗ്യം മാനിഫെസ്റ്റ് ചെയ്തുകൂടാ? പക്ഷെ അതൊരു നമുക്ക് കേൾക്കുമ്പോഴേ അങ്ങനെ പറയുന്നത് മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട് ആരോഗ്യം മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ചേച്ചിയുടെ ഉള്ളില് ഇല്ല ഇത് സാധ്യമാകും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാ വന്നേ? അതായത് നമുക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോൾ അവസാനത്ത് കച്ചിത്തിരുമ്പെന്ന് പറയില്ല വീണ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയെ മറികടക്കണം എന്നുള്ളൊരു ചിന്ത വന്നു.
അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ലാസ്റ്റ് വിചാരിച്ചു എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതിന് നഷ്ടമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ആ സമയത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി പലരുടെയും ഹീലിംഗ് സ്റ്റോറി അതെന്നെ ഇൻസ്പയർ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കി. അതിനോടൊപ്പം തന്നെ മെഡിസിനും എടുത്തു. നമ്മൾ മാനിഫെസ്റ്റേഷൻ, അതായത് നമ്മൾ മൈൻഡ് പവർ മാത്രം കൊണ്ട് നമുക്ക് ബോഡി ഹീൽ ചെയ്യാൻ പറ്റും എന്നല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ മൈൻഡ് പവറും യൂസ് ചെയ്യണം. അങ്ങനെ പിന്നെ ഞാൻ ഓരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്, പ്രത്യേകിച്ചും വിഷ്വലൈസേഷൻ, ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ മിറാക്കിൾ മാൻ്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു എയ്റോപ്ലെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് അദ്ദേഹം പിന്നെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, അതായത് ശരീരത്തിലെ എല്ലാ എല്ലുകളും ഒടിയുകയും ഒരു കോമ സ്റ്റേജിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹത്തിന് ആകെ ശ്വസിക്കാനും കണ്ണിന്റെ ഇമ വെട്ടാനും മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു താൻ പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുന്നതും പെർഫെക്റ്റ് ഹെൽത്തി ആയിട്ട് ക്രിസ്മസ് രാവിന്റെ തലേന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി സ്വന്തം കാലിൽ നടന്നു പോകുന്നതായിട്ടൊക്കെ ഇദ്ദേഹം മനസ്സിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ ആ ഒരു സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ശരിക്കും അദ്ദേഹം അത് തന്നെ മാനിഫെസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാനും വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പരിപൂർണ്ണ ആരോഗ്യവതിയായി ഓടിച്ചാടി നടക്കുന്നതും വീട്ടിലെ ജോലികൾ ചെയ്യുന്നതും പല പല സ്ഥലങ്ങളിൽ യാത്ര പോകുന്ന കാര്യം, കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് യാത്ര പോവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്തൊക്കെ പറ്റില്ല അതൊക്കെ ചെയ്യുന്നതായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ നിരന്തരം വിഷ്വലൈസ് ചെയ്തു. അങ്ങനെ ആ വിഷ്വലൈസേഷൻ്റെ ഫലമായിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റും എടുത്തു, പ്ലസ് മൈൻഡ് പവറും യൂസ് ചെയ്തപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ശരിക്കും നമ്മളിപ്പം മാനിഫെസ്റ്റേഷൻ, മൈൻഡ് പവർ എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പണം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ജീവിത വിജയം നേടുക, മൂന്നാമത് കരിയർ എന്നുള്ള കാര്യം ആലോചിക്കും. പക്ഷെ ആരോഗ്യം എന്നുള്ള പാർട്ട് മാനിഫെസ്റ്റേഷനിൽ ആളുകൾ ആലോചിക്കുന്നുണ്ടോ? ഇപ്പൊ ചേച്ചിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? ആരെങ്കിലും ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ചേച്ചി സഹായിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ക്ലാസ്സുകളിൽ ഒരുപാട് സ്റ്റുഡൻസ് ഈവൻ ഡിപ്രഷന് പോലും ദിവസവും 5ഉം 6ഉം ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നവര് ഇന്ന് ഒരു ഗുളിക പോലും ഇല്ലാതെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത് ഫുൾ ടൈം ഹാപ്പിനെസ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റി, ഇനി മെഡിസിൻ വേണ്ട. ഞാൻ മെഡിസിൻ നിർത്താനായിട്ട് ആരോടും പറയാറില്ല, കാര്യം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിപ്പെൻസ് ആണ്. അപ്പോൾ അവർക്ക് തന്നെ തോന്നുകയാണ് ഞങ്ങൾക്ക് ഇത്രയും സന്തോഷത്തിലിരിക്കുമ്പോൾ വേണ്ട. അപ്പോൾ അവർ തന്നെ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തുമ്പോൾ അവർ ആ ഒരു മെഡിസിൻ തന്നെ നിർത്തിയിട്ട് ഫുൾ ടൈം ഹാപ്പിനെസ്, 24/7 ഹാപ്പിനെസ് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഡിപ്രഷന്റെ അവസ്ഥ. ഇതുപോലെ തന്നെ എൻ്റെ ഈ അവസ്ഥ പറഞ്ഞതുപോലെ ബെഡ് റിഡൻ ആയി കിടന്നിട്ടുള്ള എത്രയോ പേര് പരിപൂർണ്ണ ആരോഗ്യത്തിലെത്തി ഇന്ന് പെർഫെക്റ്റ് ഹെൽത്തിൽ ജീവിക്കുന്നു. അതുപോലെ എന്തെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവര് അവരതൊക്കെ ഹീൽ ചെയ്ത് ഇന്ന് അത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഏത് വലിയ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും, ഈവൻ ക്യാൻസർ പോലും നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ നിരന്തരം മനസ്സിൽ ചിന്തിക്കുന്നത് അയ്യോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നല്ലോ. നമ്മൾ ആ നിരന്തരം അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വർദ്ധിക്കാനിടയാവും. നമ്മൾ വാട്ട് എവർ യു തിങ്ക് യു വിൽ അട്രാക്ട് എന്നാ പറയാ. നിങ്ങൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത്, ഇപ്പൊ നമ്മള് വയസ്സായ അപ്പൂപ്പന്മാരുടെ അടുത്തോ അമ്മൂമ്മമാരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുകയാണ് എന്തുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്ത് പറയും? മക്കളെ ഷുഗർ ഇത്രയാ, കൊളസ്ട്രോൾ ഇത്രയാ, മുട്ടുവേദന, നടുവേദന, എപ്പം നോക്കിയാലും ഇവരിത് തന്നെയാണ് പാട്ട്. എന്റെ കാലിൽ നീരാണ്, എനിക്ക് അത് മാറുന്നില്ല, എപ്പോഴും ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ നിരന്തരം ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ അതിനെ കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എന്താണോ വേണ്ടത് അത് നിരന്തരം ചിന്തിക്കുക. അപ്പൊ ആ ഹെൽത്ത് ഇഷ്യൂവിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ മുഴുവൻ ഞാൻ പരിപൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. അതായത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നിരന്തരമായി കൊടുക്കുന്ന ചിന്ത എന്താണോ അത് മാനിഫെസ്റ്റ് ആവും. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ഇപ്പൊ ബ്ലഡ് ഷുഗർ ലെവൽ എനിക്ക് ഇത്രയാണ്, ഷുഗർ ഇത്രയാണ് ആണ് എന്ന് നിരന്തരം ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ആ ഒരു ലെവലിലേക്ക് പോകും. നേരെ മറിച്ച് എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായി, ഡോക്ടറെ അടുത്ത് പോകുന്നു, ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ഇപ്പം നോർമലായി എന്ന് പറയും. അതായത് ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇന്ന അസുഖത്തിന് മരുന്ന് കഴിക്കണം എന്ന് പറയും. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും എനിക്ക് ലൈഫ് ടൈം മരുന്ന് കഴിച്ചേ പറ്റൂ. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അപ്പോൾ ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് മെഡിസിൻ കഴിക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് എൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഹീൽ ആകാൻ പറ്റും, ഞാൻ പരിപൂർണ്ണ ആരോഗ്യവതിയാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക്
ആ ഒരു മൈൻഡ് പവർ കൊണ്ട് തന്നെ കുറേ നാൾ കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മൾ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമേ വരില്ല. മനസ്സിലായി. ഇപ്പൊ ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഉറക്കം, കൃത്യമായ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ ഭയങ്കരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ അതും എൻ്റെ ആരോഗ്യത്തെ ഭയങ്കരമായി ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചേച്ചിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പലർക്കും ഉറക്കക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന കുറേയധികം ട്രോമാസ്, ആരോടെങ്കിലും ഒക്കെയുള്ള ദേഷ്യം, പക, വെറുപ്പ്, മെയിനായിട്ടും ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതുകൊണ്ടാണെന്നറിയാമോ? അൺഫോർഗീവ്നെസ്സിൽ നിന്ന്. അതായത് ക്ഷമിച്ചു കൊടുക്കാത്തത് കൊണ്ട് ആരോടൊക്കെയോ ഉള്ള ദേഷ്യവും പകയും വെറുപ്പും വിരോധവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും, വർഷങ്ങളോളം കൊണ്ടു നടക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം. അപ്പോൾ അവർ പറയും, ടീച്ചർ പറയുന്ന പോലെയല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നതൊക്കെ ആ വ്യക്തി കാരണമാണ്, ഞാൻ ഈ ജന്മത്ത് ക്ഷമിക്കില്ല. അത്രയും വാശി പിടിച്ചിരിക്കുന്നവരുണ്ട്. ഈ ക്ഷമിക്കാതിരിക്കുമ്പോൾ നഷ്ടം ആ വ്യക്തിക്കല്ല, നമുക്കാണ്. കാര്യം എന്താ, നമ്മൾ ഈ അവരെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ട് ചിന്തിക്കും തോറും നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് കെമിക്കൽസ് റിലീസായി അത് അടിഞ്ഞുകൂടി ഓരോ ഹെൽത്ത് ഇഷ്യൂസായി മാറും. അപ്പോൾ ഈ പറയുന്ന ഉറക്കക്കുറവൊക്കെ വരുന്നത് ആരോടെങ്കിലും ഒക്കെ ഉള്ള ദേഷ്യം, വെറുപ്പ്, അതുപോലെ നീരസം, പക, പിന്നെ ലൈഫിലുണ്ടായിട്ടുള്ള പഴയ ട്രോമാസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, പ്രശ്നങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വരുതിയിലാണെങ്കിൽ, എപ്പോഴും പോസിറ്റീവ് ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നില്ല. അപ്പോൾ നല്ല മനസ്സമാധാനവും നല്ല ഉറക്കവും കിട്ടും. അപ്പോൾ എത്രയോ സ്റ്റുഡൻസ് ഒരു 20-25 വർഷമായിട്ട് ഉറക്കമില്ലാതിരുന്നവർ ക്ലാസ്സിൽ വന്ന് പ്രാക്ടീസുകളും അതുപോലെ തന്നെ മെഡിറ്റേഷനും ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് അവർ പറയും, ടീച്ചർമാർ ഈ ന്യൂ ബോൺ ബേബീസില്ലേ, അവരെ കുളിപ്പിച്ചു കൊണ്ടും തൊട്ടിലോട്ട് കിടത്തുമ്പോൾ കുഞ്ഞുങ്ങൾ സമാധാനത്തിൽ ഉറങ്ങുന്നില്ലേ, ഞങ്ങൾ അതുപോലെ ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല, ഇപ്പം ഞങ്ങൾക്ക് അത്രയും ഉറങ്ങാൻ പറ്റുന്നുണ്ട്. മെയിനായിട്ടും വരുന്നത് നമ്മുടെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ്. മനസ്സിനകത്ത് കുറേയധികം നെഗറ്റീവ്സ് ഉള്ളത് കൊണ്ടാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്. അപ്പോൾ മനസ്സ് ക്ലിയർ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉറക്കവും ശരിയാവും. മനസ്സിലായി. ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ ലൈഫിലെ കാര്യം പറഞ്ഞു, നെർവ് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു, ചേച്ചിക്ക് വല്ലാതെ ബുദ്ധിമുട്ടി. അതിനുശേഷം ചേച്ചി സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ചേച്ചി ഇന്ന് കാണുന്ന ചേച്ചിയായി മാറുമ്പോൾ ഈ ഡോക്ടർമാർക്ക് ഇതൊരു മെഡിക്കൽ മിറക്കിൾ ആയിരുന്നു. എന്തായിരുന്നു ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്? അതായത് ഞാൻ ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു അരിവാള് പോലെ ഞാനിങ്ങനെ സീ പോലെ വളഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് നൂന്ന് നിൽക്കാൻ വയ്യ. അതുപോലെ എൻ്റെ MRI റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടറിന് ശരിക്കും പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് പോലും പ്രതീക്ഷ ഇല്ലാത്തൊരു കേസായിരുന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, സാർ ഒരു മിറാക്കിളിൽ വിശ്വസിക്കുന്നെങ്കിൽ ടീച്ചറിനെ അഡ്മിറ്റ് ചെയ്യാം, അല്ലാതെ ഇതിനകത്ത് പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ചോദിച്ചിടേ എന്ത് വേണം? ഞാൻ പറഞ്ഞു, ഞാൻ ആ മിറാക്കിളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കി. അപ്പോഴും മനസ്സിലെ ആ പോസിറ്റീവ് ചിന്ത, അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ നിരന്തരം വിശ്വസിക്കുകയാണ് നമ്മൾ പരിപൂർണ ആരോഗ്യത്തിലാണെന്ന്. അങ്ങനെ ആ ഒരു പോസിറ്റീവ് ചിന്തയും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും പ്ലസ് മെഡിസിനും കൂടെ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എത്തി. ഇന്നും എൻ്റെ ഡോക്ടറിന് ഒരു മിറാക്കിൾ പേഷ്യൻ്റ് ആണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പോൾ ഡോക്ടർ പറയുകയാണ്, നമ്മൾ കണ്ടിട്ടില്ലേ, ക്യാൻസർ ഒക്കെ വന്നൊരു 4th സ്റ്റേജിൽ എത്തിയവർ പോലും ഡോക്ടർ പറയും ഇനി അധിക ദിവസം ഇല്ല എന്ന് പറയുന്നവർ പോലും തിരിച്ച് പരിപൂർണ ആരോഗ്യത്തിൽ വന്ന് അവർ ആ ഒരു ലൈഫ് ജീവിക്കുന്ന നമ്മൾ കാണാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഓക്കെ, അവർ പറയുന്നത് കറക്റ്റാണ്, സയൻസ് തെറ്റാണ് എന്നല്ല. മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം, നമുക്കിനി നമ്മുടെ ആ ഒരു ബോഡി കണ്ടീഷൻ വെച്ച് അത്രയും പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സ്, നമ്മൾ പറയില്ലേ, മനസ്സിനെ തളർത്താതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അത് എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഞാൻ പ്രൂവ് ചെയ്ത കാര്യമാണ്. പക്ഷെ അതെങ്ങനെ ചേച്ചി പറ്റുന്നത്? ഇപ്പൊ എനിക്കൊരു ചെറിയ പനി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫുൾ എനർജിയും തീർന്നു, അയ്യോ എനിക്കൊന്നും വയ്യ, അയ്യോ പത്തോ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കിടക്കലേ ഉള്ളൂ. അപ്പോഴാണ് ഇത്രയും ഭീകരമായ മാരകമായ അസുഖങ്ങൾ വരിക എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറയാൻ ചിലപ്പോൾ ഒരു പക്ഷെ എളുപ്പമായിരിക്കും, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ എത്രമാത്രം. വീണ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ പറയുക, നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ എത്തി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ അവസ്ഥയെ മറികടന്ന് നമുക്ക് ഇപ്പോൾ എൻ്റെ ആ ഒരു ഇത്രയും മോശം അവസ്ഥയിൽ ആ അവസ്ഥയെ മറികടന്ന് എനിക്ക് കയറി വന്നേ പറ്റൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു 37-38 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ കട്ടിലിൽ തളർന്നു കിടന്നാൽ ഒരുപാട് എന്താ പറയുക ദിവസങ്ങൾ ഇങ്ങനെ ഭിത്തിയും നോക്കി മുകളിൽ കറങ്ങുന്ന ഫാനും നോക്കി ഇങ്ങനെ കിടന്ന് കരഞ്ഞ് തളർന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കിടന്നാൽ പറ്റൂല. അപ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാവരും കൈ ഒഴിഞ്ഞപ്പോഴും നമ്മൾ ആ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ, എന്തു വന്നാലും എനിക്ക് ആ പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എത്തിയേ പറ്റൂ. അതിനുവേണ്ടി ഏത്
അറ്റം വരെ ഞാൻ പോകണം, ഞാൻ പോകാൻ തയ്യാറാണ്. അവിടെ എന്താണ് വീണ പറഞ്ഞ പോലെ എനിക്കും ആ സമയത്ത് പോസിറ്റീവായിരിക്കുക, ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ഇത്രയും വേദന നടക്കുമ്പോൾ ഹാപ്പിയായി ഇരിക്കുക എന്ന് പറയുന്നത് പറ്റില്ല. കണ്ണുനീര് ഇങ്ങനെ അടന്ന് വീണോണ്ടിരിക്കും വേദന എടുത്തിട്ട്. ഞാനതിങ്ങനെ തുടച്ചുകൊണ്ട് പിന്നെയും കൈ ശകലമൊക്കെ അനക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ ഡാൻസ് ചെയ്യും, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യും, അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നിരന്തരം ചെയ്ത് എങ്ങനെയും അതിനെ മറികടന്നുകൊണ്ട്, ആ അവസ്ഥയെ മറികടന്നുകൊണ്ട് പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ചിന്ത, നമുക്ക് ജീവിതത്തോടെ ഒരു വാശി തോന്നത്തില്ലേ? അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ആ ജീവിതത്തെ തിരികെ പിടിക്കണം എന്നുള്ളൊരു വാശി നമുക്ക് വരും. ആ സമയത്തുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും പുറത്തു വരുന്നത്. ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നുമല്ല തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ. ചിലരെന്ത് ചെയ്യും, ജീവിതം മടുത്തു, ഇനി ആ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നവരുണ്ട്. ചിലരെന്ത് വിചാരിക്കും, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറി വരണമെന്നുള്ളൊരു വാശിയിൽ അവർ ഇറങ്ങിത്തിരിക്കും. അതാണ് പറയുന്നത് ബേണിംഗ് ഡിസയർ. നമ്മുടെ ഉള്ളിൽ ആ ത്വര ഉണ്ടെങ്കിൽ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയി മാറും. അപ്പൊ അവരെന്ത് ചെയ്യാം, അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് വർക്ക് ചെയ്ത് അവരൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സായി മാറുന്ന കഥകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ ഒരു ഹെൽത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. എനിക്ക് എങ്ങനെയും ഈ അവസ്ഥയെ മറികടന്നുകൊണ്ട് തിരിച്ചു വരണം. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഓരോ പ്രാക്ടീസുകൾ ചെയ്ത് നിരന്തരം മനസ്സിൽ ഞാനത് കണ്ടു. ഞാൻ ഓടിച്ചാടി നടക്കുന്നതും യാത്രകൾ പോകുന്നതും വീട്ടിലോടി നടന്ന് ജോലി ചെയ്ത് ഇത് കണ്ട് അങ്ങനെ നിരന്തരം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സത് വിശ്വസിക്കും. ഉപബോധ മനസ്സത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റിയാലിറ്റി ആകുന്നതിൽ നിന്ന് തടയാൻ ആർക്കും പറ്റില്ല. ഇത് പലർക്കും അറിയില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്, ഈ മൈൻഡ് പവർ എന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണ്, വെറുതെയാണ്, ആൾക്കാരെ പറ്റിക്കലാണ്, തട്ടിക്കലാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വിശ്വാസമില്ലാതെ ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് ഇതിലൊന്നും തീരെ വിശ്വാസമല്ല. വിശ്വാസം ഇല്ലാഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലും അറ്റവും മൂലയൊക്കെ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല എന്ന് പറയും. നമ്മൾ ശരിക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹെൽത്ത് ഇഷ്യൂസിനെയും മറികടന്നുകൊണ്ട്, അതായത് ഇപ്പോൾ BP നോർമൽ ആക്കണം, അല്ലെങ്കിൽ ഷുഗർ നോർമൽ ആക്കണം, ഏത് ഹെൽത്ത് കണ്ടീഷനെയും നമുക്ക് മറികടക്കാൻ പറ്റും അല്ലെ? മൈൻഡാണ് അല്ലെ എല്ലാ പ്രോബ്ലത്തിന്റെ സിംഗിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ്. അതായത് മൈൻഡ് സെറ്റ് ആണ് നമ്മളെ ജീവിതത്തിൽ വിജയിയാക്കുന്നതും പരാജിതനാക്കുന്നതും. ഞാനൊരു പരാജയമാണ്, ഞാൻ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്റെ ബിസിനസ് വർദ്ധിക്കുന്നില്ല. ഇങ്ങനെ നിരന്തരം നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങളതായി തീരും. അവർ പറയും എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ചിന്തിക്കുന്നത് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ച് ചിന്തിക്കാം, എന്ത് വേണം, ഞാൻ പരിപൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്, എൻ്റെ ലൈഫിൽ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ബിസിനസ് നിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള പോസിറ്റീവായിട്ട് എപ്പോഴും നമ്മൾ നിരന്തരം ചിന്തിക്കുകയും അതിന് വേണ്ടുന്ന അഫർമേഷൻസ് പറയുകയും ചെയ്യുമ്പോൾ ലൈഫ് മാജിക്കലി മാറും. ഈ സിൽവർ ക്ലാസ്സിൽ നിന്ന് അടുത്ത ഒരു സെറ്റ് അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറേണ്ടത് എപ്പോഴാണ്? അതായത് സിൽവർ ക്ലാസ് എന്ന് പറയുന്നത് ഒരു മാസത്തെ ക്ലാസ് ആണ്. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബേസ് കിട്ടി. പിന്നെ അതിന്റെ അഡ്വാൻസിലേക്കാണ് ഗോൾഡിൽ വരുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടും ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ട്. അതായത് കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമാസ്, ഒരുപാട് സ്ത്രീകൾ ഈ സെക്ഷൽ അബ്യൂസിലൂടെയൊക്കെ കടന്നുപോയവരുണ്ട്. അപ്പൊ ഇവർക്ക് അത് ചെറുപ്പത്തിൽ അമ്മയോട് പറയാൻ പറ്റില്ല, പിന്നീട് ഭർത്താവിനോടോ ഫ്രണ്ട്സിനോടോ ആരോടും പറയാൻ പറ്റില്ല. ഇവരിതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും. അപ്പൊ അവർക്ക് ഫുൾ ടൈം ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റില്ല. ഇവർ എത്ര ശ്രമിച്ചാലും ആ ഒരു ഹാപ്പിനെസ് കിട്ടില്ല. അതുപോലെ അവസരങ്ങൾ, ഇവർക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ആരോ ഇവരെ ശക്തമായിട്ട് പുറകോട്ട് പിടിച്ച് വലിക്കുന്നില്ല. ഇവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ ഹീലായി വരുമ്പോൾ മെല്ലെ ഇന്ന് വരെ വരാത്ത അവസരങ്ങൾ അവരുടെ മുന്നിലേക്ക് വരും. അവർ ജീവിതത്തിൽ മെല്ലെ ഫ്ലറിഷ് ആകാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലുള്ള ചക്ര ഹീലിംഗ് ആണെങ്കിലും ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഒരുപാട് ഹീലിംഗ് ആണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്. അതുപോലെ 24/7 ഹാപ്പി ആയിരിക്കാൻ, നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കാനുള്ള 101 മാർഗ്ഗങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ, അവർ ചിലപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്, അപ്പം നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലൈഫിൽ അത്രയൊന്നും സപ്പോർട്ട് തരുന്ന ഒരു മെന്റർ ഇല്ല. അതായത് ഞാനിപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ ഒരു മെന്റർഷിപ്പ് എടുത്താൽ 8-10 ലക്ഷം രൂപയെ കൊടുത്ത് മെന്റർഷിപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അവർ അവൈലബിൾ ആവില്ല. ഇതെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ് കൊടുക്കുന്നത്, ജീവിതകാലം മുഴുവൻ. ഇപ്പൊ വീണയ്ക്ക് എന്തൊരാവശ്യം വന്നാലും വിളിച്ചാൽ അവൈലബിൾ ആയിട്ടൊരു വ്യക്തി, ഒരു വിഷമം വരുന്നത്, ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. ഒരു സ്റ്റുഡന്റ് നിന്ന നിപ്പിൽ ആളുടെ മകൻ ആത്മഹത്യ ചെയ്യാണ്. ആ ഒരു സമയത്ത് ടീച്ചർമാർ ഇങ്ങനെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു, ഞാൻ അന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരുന്നത് കൊണ്ട് ആളതിനെ സർവൈവ് ചെയ്ത് ഇന്ന് ഹാപ്പിനെസ്സിൽ ഇരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ, നിന്ന നിപ്പിൽ ഒരു കാര്യമൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ തകർന്ന്
തരിപ്പണമായി പോകും നമ്മുടെ ജീവിതം. അവർ ഡിപ്രഷനിലേക്കൊക്കെ പോകും. അപ്പൊ ഇതുപോലെ എത്രയോ പേര്, ചിലപ്പോൾ ഇസ്രായേലിലുള്ള ഒരു നേഴ്സ് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടും, അവിടെ നിന്ന് കരഞ്ഞു വിളിച്ച് ടീച്ചറും എൻ്റെ അവസ്ഥ ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്യും, മക്കളെ സമാധാനം ഇട്ടിരിക്കും പോസിറ്റീവായിട്ട്. ആ സമയത്ത് നമുക്ക് എല്ലാം അറിയാമെങ്കിലും നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്ന അവസ്ഥകൾ വരും. അപ്പം നമ്മളെ ഒന്ന് കേൾക്കാൻ, നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്ത് തരാൻ, മക്കളെ ഇന്ന കാര്യം ചെയ്യും, ആ സമയത്ത് നമുക്ക് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ച് ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് ഒരു മെന്റർ. അതും നമുക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് മക്കളെ, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു, ആ ലെവലിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് നേടാനുള്ള കുറേ ഗോൾസ് ഉണ്ട്, അത് ഈസി ആയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു, എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനി നിങ്ങളെ വളർത്തിയെടുത്ത് നിങ്ങൾക്ക് ഏത് അറ്റം വരെ, നിങ്ങൾക്കൊരു ബില്യനെയർ ലെവലിലേക്ക്, ഒരു 100 കോടി സമ്പത്തിന്റെ ലെവലിലേക്ക് അവരെ എത്താൻ വേണ്ടുന്ന പ്രാക്ടീസാണ് ഞാനിപ്പോൾ പ്ലാറ്റിനത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെയിലി അവരെ കൊണ്ടിരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ സ്റ്റുഡൻസ് പറയുന്നത്, ടീച്ചറിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ബില്യനെയർ ആകാനുള്ള ട്യൂഷൻ ക്ലാസ് ആണെന്ന് പറയും. എഴുതിച്ച് പ്രാക്ടീസ് ചെയ്ത്, സത്യം പറഞ്ഞാൽ ലോകത്ത് ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. വേണം സ്റ്റുഡൻസ് തന്നെ പറയുന്നത്, ടീച്ചർ ഇതുപോലൊന്നും ഒരു ക്ലാസ് ലോകത്ത് ആരും എടുക്കുന്നുണ്ടാവില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിപ്പോൾ ചെയ്യുന്ന ഏത് കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും അതിനകത്ത് 100% സിൻസിയറിറ്റി ഉണ്ടോ അത് സക്സസ്ഫുൾ ആവും. 1000കണക്കിന് പ്ലാറ്റിനം മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര അത്ഭുത ശക്തിയാണ്. മനസ്സുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്ത, ആരോഗ്യത്തെ പോലും, ആരോഗ്യം എന്ന് പറയുന്നത് തീരെ ഡൗൺഗ്രേഡ് ആയി പോയിക്കൊണ്ടിരുന്ന ആരോഗ്യത്തെ തിരിച്ചു പിടിച്ച് ഭയങ്കരമായ ഉയരങ്ങളിലെത്തിയ ആളാണ്. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചേച്ചിയെ കോൺടാക്ട് ചെയ്യട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് അഗൈൻ. താങ്ക് യു സോ മച്ച് ചേച്ചി.